അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുണ്ടായിട്ടും സന്തോഷവും സമാധാനവും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം. ജീവിതത്തിൽ ബർക്കത്തില്ലെങ്കിൽ ആ ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതായി മാറും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമ്പത്തിൽ ബർക്കത്തുണ്ടാവണം, നമ്മുടെയൊക്കെ സമയത്തിൽ ബർക്കത്തുണ്ടാകണം, വീട്ടിൽ ബർക്കത്തുണ്ടാകണം, കുടുംബജീവിതത്തിൽ ബർക്കത്തുണ്ടാവണം, ജോലിയിൽ ബർക്കത്തുണ്ടാവണം, നമ്മുടെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവണം, നമ്മുടെ മക്കളിൽ ബർക്കത്തുണ്ടാകണം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ബർക്കത്തുണ്ടാകണം. ബർക്കത്തില്ലാത്ത ജീവിതത്തിൽ സന്തോഷം നഷ്ടമാകും. പ്രിയമുള്ളവരെ, പണക്കാരനാകലല്ല വലുത്, മറിച്ച് ഉള്ള സമ്പത്തിൽ ബർക്കത്തുണ്ടാക്കിയെടുക്കലാണ് വേണ്ടത്. അതിനുവേണ്ടി നാം ഓരോരുത്തരും ദുആ ചെയ്യണം. ബർക്കത്ത് വർദ്ധിക്കാൻ വേണ്ടി 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു സമയം നമ്മൾ നിത്യവും ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. ഒന്നെങ്കിൽ സുബഹി നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ ഇശാ നിസ്കാരത്തിന് ശേഷമോ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നല്ല ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ ഇശാന് ശേഷമോ ഏതെങ്കിലും ഒരു സമയം നമുക്ക് അനുയോജ്യമായത് നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നിസ്കാരത്തിന് ശേഷം ആദ്യം നമ്മളൊരു 11 സലാത്ത്, നമുക്കറിയുന്ന ഏത് സലാത്ത് ആണെങ്കിലും വേണ്ടില്ല, ആ ഒരു സലാത്തിന് നമ്മൾ 11 പ്രാവശ്യം ചൊല്ലുക. ശേഷം യാ ലത്തീഫ് യാ അല്ലാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മുണ്ടല്ലോ, ഈ ഇസ്മിനെ നമ്മൾ 129 തവണ ചൊല്ലുക. ശേഷം സൂറത്തുൽ ദാരിയാത്തിലെ 58-ാമത്തെ ആയത്ത് 129 തവണ കൂടി ചൊല്ലുക. ശേഷം വീണ്ടും ഒരു 11 സലാത്ത് കൂടി ചൊല്ലുക. ഇങ്ങനെ ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യവും പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ വരുമാനം വർദ്ധിക്കും, അവൻ്റെ കച്ചവടത്തിൽ നല്ല ബർക്കത്ത് ഉണ്ടാവും, സമ്പത്തിലൊക്കെ നല്ല ബർക്കത്തും ഐശ്വര്യവും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.